യെസ്, കുറേ നാളായി യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് എൻ്റെ വാസ് തിങ്കിങ് എന്ത് വീഡിയോ എടുക്കും. പുതുതായിട്ട് വളരെ ഫ്രഷ് ആൻഡ് ഇന്നോവേറ്റീവ്. അങ്ങനെ ചിന്തിച്ച് എനിക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു സംഭവം കിട്ടി. ന്യൂസ് പേപ്പർ അനാലിസിസ്. ഐ നോ, പഴയൊരു സംഭവമാണിത്. ന്യൂസ് ചാനൽസിൽ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടാവും. പണ്ട് എല്ലാ മലയാളം ടി വി ചാനൽസും ന്യൂസ് ചാനൽസ് ന്യൂസ് പേപ്പർ അനാലിസിസിൻ്റെ ഒരു സെഗ്മെൻറ്റ് വയ്ക്കുമായിരുന്നു. അവരുടെ നമസ്തേ കേരളം, ഹലോ കേരളം, അങ്ങനെ കുറേ രാവിലത്തെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ. ബട്ട് പിന്നെ അവർക്ക് തന്നെ മനസ്സിലായത് ആരും കാണില്ല എന്ന്. അപ്പം അങ്ങനത്തെ കാണാത്തൊരു സാധനമാണ് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഉൾപ്പെടുന്ന ഇപ്പോഴത്തെ ജനറേഷൻ ന്യൂസ് പേപ്പേഴ്സ് അങ്ങനെ ഇപ്പോൾ വായിക്കാറില്ല. മേ ബി അതിനകത്ത് മുഴുവൻ പരസ്യവും എൻഗേജിങ് അല്ലാത്തതുകൊണ്ടായിരിക്കും. ആൻഡ് അതർ റീസൺ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടായിരിക്കും. റീൽസ് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ടൈം സേവിങ് ആസ് വെൽ ആസ് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൂടുതൽ. സോ ഇൻഫർടൈൻമെൻറ്റ് എപ്പോഴും ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഇതാരും കാണില്ല എന്നുള്ളതാണ് എൻ്റെ കോൺഫിഡൻസ്. സോ സീരീസിന് പേരൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല, തീരുമാനമായിട്ടില്ല. സോ കമൻറ്റ് ഡൗൺ ബിലോ എന്തെങ്കിലും സീരീസ് നെയിം ഐഡിയ ഉണ്ടെങ്കിൽ, ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ഇറ്റ്. ഓക്കെ, സോ ഇന്ന് 4th February 2026 ബുധനാഴ്ചയാണ്. വെൽക്കം ടു അവർ ഫസ്റ്റ് എപ്പിസോഡ്. ന്യൂസിൽ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. സോ വട്ട് ഐ ഡു ഇസ് ആദ്യം ഇതൊന്ന് ഓടിച്ച് വായിച്ച് നോക്കാം. വിൽ സ്കിം ത്രൂ ഇറ്റ്. വായിച്ചിട്ട് അതിൽ നിന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ അത് നമുക്ക് തുടർന്ന് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫുൾ ന്യൂസ് പേപ്പർ ഒന്ന് ഓടിച്ച് സ്കിം ചെയ്ത് വായിച്ചു. അതിനകത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പേജിൽ തന്നെ ഇന്ത്യ US ട്രേഡ് ഡീലിനെ പറ്റിയായിരുന്നു ന്യൂസ് ഉണ്ടായിരുന്നത്. ഇവൻ ദോ നല്ലൊരു പോസിറ്റീവ് ട്രേഡ് ഡീലാണെങ്കിലും അതിൻ്റെ നിറ്റിഗ്രിറ്റീസ് അല്ലെങ്കിൽ വിശദാംശങ്ങൾ ഇതുവരെ കേന്ദ്രം വ്യക്തമായിട്ടില്ല എന്നാണ് ന്യൂസിൽ പറയുന്നത്. ആൻഡ് ഒരു പോസിറ്റീവ് കാര്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ US ട്രേഡ് ഡീൽ, US ഇന്ത്യ ട്രേഡ് ഡീൽ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഗോൾഡ് പ്രൈസ്, സിൽവർ പ്രൈസ്, നിഫ്റ്റി, സെൻസെക്സ് എല്ലാം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ആൻഡ് റുപ്പിയുടെ വാല്യൂവും ഐ തിങ്ക് സ്ട്രെങ്തൻ ആയി ബിക്കോസ് ഓഫ് ദിസ്. പിന്നെ ഇതിനകത്ത് സെക്കൻഡായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ഫ്രണ്ട് പേജിൽ മെൻഷൻ ചെയ്തേക്കുന്നത് ഒരു ഒബിച്വറിയാണ്. സംഗീത സംവിധായകൻ SP വെങ്കടേഷ് ഇനി ഓർമ്മ. SP വെങ്കടേഷ് ഒരു ലെജൻഡറി മ്യൂസിക് ഡയറക്ടറായിരുന്നു നമ്മുടെ ഇൻഡസ്ട്രിയിൽ. 1986 രാജാവിൻ്റെ മകനിലൂടെയാണ് മലയാളത്തിലെത്തിയത്. ഈ ചിത്രത്തിലെ വെണ്ണില ഗന്ധർവ മേഘങ്ങൾ, അതൊക്കെ വളരെ ഹിറ്റായിട്ടുള്ള സോങ്സ് ആയിരുന്നു. പിന്നെ ഒരുപാട് ഹിറ്റ് സോങ്സ് മ്യൂസിക് ഡയറക്റ്റ് ചെയ്ത ഒരു കമ്പോസറാണ്. തുമ്പിപ്പെണ്ണേ വാവ, ശാന്തമീ രാത്രിയിൽ, നിലാവേ മായുമോ, പാതിരാക്കിളി, ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് തേർഡായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഒരു ന്യൂസ് ഫോട്ടോ സഹിതം വെച്ചിരിക്കുന്നത് നമ്മുടെ നിയമസഭയിൽ ചെറിയൊരു ഉന്തും തള്ളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ശബരിമല വിഷയത്തിൽ. അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈവൻ ലോക്സഭയിലും പ്രതിഷേധം ഉണ്ടായിരുന്നു. നമ്മുടെ മുൻ കരസേനാ മേധാവി MM നരവനയുടെ പുസ്തകത്തിലെ ചൈനീസ് സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾക്ക്. ആൻഡ് 8 MPമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പിന്നീട് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, സിയാലിൻ്റെ എയറോ പാർക്ക് പദ്ധതി. അതിൻ്റെ ആദ്യഘട്ടം ഉദ്ഘാടനം 9-ാം തീയതിയാണ്. അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ, അതിൽ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ട് കമ്പനികൾ, ഫ്ലൈറ്റിൻ്റെ ഹാങ്ങേഴ്സ്, പാർക്കിംഗ് സൗകര്യങ്ങൾ, അങ്ങനെ ഒരു 36 ഏക്കറിലാണ് ഈ ഒരു പാർക്ക് വരുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് 101 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ് വരുന്നത്. ദെൻ നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ CJ റോയ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പത്രത്തിലുണ്ട്. പുള്ളിയുടെ ഒരു 9 പേജ് സെൽഫ് റിട്ടേൺ ഡോക്യുമെൻ്റ് കിട്ടിയതും അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്
നമ്മുടെ ഒരു കേരള എന്ന് പറഞ്ഞ പദ്ധതി ഓർമ്മയുണ്ടാവുമല്ലോ, സിൽവർ ലൈൻ. അതിൻ്റെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് RRTS എന്ന് പറഞ്ഞൊരു പദ്ധതി ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1.93 ലാക്ക് ക്രോർസ് ആണ് അതിൻ്റെ ചിലവായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 2027 നിർമ്മാണം ആരംഭിച്ച് 2033 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമായി എനിക്ക് തോന്നിയില്ല. പിന്നെയുള്ളത് സ്പോർട്സ് സെഗ്മെൻ്റ് ആയിരുന്നു. സ്പോർട്സിൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻ്റാണ്. നമ്മുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ടൂർണമെൻ്റാണ് സന്തോഷ് ട്രോഫി. ആൻഡ് അസമിനെ 3-0 തോൽപ്പിച്ച് കേരളം സന്തോഷ് ട്രോഫി സെമിയിലായിട്ടുണ്ട്. ആൻഡ് കേരളം പഞ്ചാബ് സെമി ഫൈനൽ 5-ാം തീയതി ആയിരിക്കും. പിന്നെ ഇതിൽ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബിനെ പറ്റിയും ക്രിസ്ത്യാനോ റൊണാൾഡോനെ പറ്റി എഴുതിയിട്ടുണ്ട്. സൗദി ലീഗിനെ പറ്റി 2-3 ന്യൂസ് ഉണ്ട്. വൺ ഇസ് കരീം ബെൻസമ അൽ ഹിലാലിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. സോ കരീം ബെൻസമ അൽ ഹിലാലിലോട്ട് വരുമ്പോൾ ചെറിയൊരു അൽ ക്ലാസിക്കോയുടെ ഒരു ഇത് വരുന്നുണ്ട്. ബെൻസമ വേഴ്സസ് റൊണാൾഡോ. എനിക്ക് റൊണാൾഡോനെ ഇഷ്ടപ്പെട്ടിട്ടില്ല ബെൻസമ വന്നതും. ആൻഡ് അൽ നാസർ കാര്യമായിട്ട് ട്രാൻസ്ഫർ വിൻഡോസിൽ നല്ല സൈനിങ്സ് ചെയ്തിട്ടില്ല എന്നൊരു പരാതിയും അണ്ണനുണ്ട്. പുള്ളിക്ക് 2027 വരെയാണ് കോൺട്രാക്റ്റ് ഉള്ളത്. പക്ഷേ ഈ പുള്ളി അത്ര നാൾ നിൽക്കുമോയെന്ന് അറിയില്ല. അതിനൊരു കൺഫ്യൂഷനുണ്ട്. പിന്നെ സ്പോർട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഫ്രം ദ വേൾഡ് ഓഫ് ക്രിക്കറ്റ് ന്യൂസ് ഉള്ളത്, WPL ഉണ്ടല്ലോ, IPLൻ്റെ വിമൻ എഡിഷൻ. അതിൽ ആദ്യത്തെ മലയാളി എംപയറായിട്ട് അഡ്വക്കേറ്റ് ടോണി ഇമ്മറ്റി, വിച്ച് ഈസ് എ ഗുഡ് തിങ്. മലയാളികൾക്ക് അഭിമാനിക്കാം. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി ന്യൂസ് ഉണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 5 ഫോറിനേഴ്സും ഇപ്പോൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. വിക്ടോർ ബർത്തോമിയോ, മത്തിയാസ് ഹെർണാണ്ടസ്, മെർലോൺ ട്രുഹിയോ, കെവിൻ യോക്ക്, ഉമർ ബ, ഇവരുടെ ഫോട്ടോസ് ആയതും പത്രത്തിലാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. കാൻഡിഡായിട്ട് വന്ന് സംസാരിച്ചതാണ്. വാട്ട് ഡു യു തിങ്ക്? എന്താണ് നമ്മളിതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്? ലൈക്ക് ഇതിൽ കൂടുതൽ സെഗ്മെൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ, അതോ കൂടുതൽ ന്യൂസ് വേണോ? എന്ത് ടൈപ്പ് ഓഫ് ന്യൂസാണ് താല്പര്യം? പ്ലീസ് ഡു കോമെൻറ്റ്. കാരണം കമൻറ്റ് ചെയ്ത് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ആ രീതിയിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരാൻ പറ്റുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.